ഹലോ ഫാമിലി. ആ കറങ്ങി കിടക്കണ ചേച്ചിയില്ലേ, ആ സാരി ഉടുത്തിട്ട്, അത് ഞാനാ. പക്ഷേ ഒരു അബദ്ധം പറ്റിയടാ. ഇത് കാറിന്റെ റിവ്യൂ, എൻ്റെ ഒരു മാസത്തെ റിവ്യൂ പറയാൻ വേണ്ടിയിട്ട് നേരെ വണ്ടിയൊക്കെ ആയിട്ട് സാരിയൊക്കെ എടുത്ത് പോയതാ. പക്ഷേ മൈക്ക് എടുക്കാൻ മറന്നുപോയി. ലാസ്റ്റ് വന്നപ്പോഴേക്കും മൊത്തം ബഹളം. എൻ്റെ വോയിസ് ഒട്ടും കേൾക്കണില്ല. അത് ക്ലിയർ ചെയ്തിട്ടും അത്ര ഭംഗിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു വീട്ടിൽ വന്നിട്ട് ഇത് കൊടുക്കാമെന്ന്. ഞാൻ ഈ താർ എന്ന് പറയുന്ന വണ്ടിയുടെ ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട്, ഒരുപാട് പോസിറ്റീവ് ഉണ്ട്. അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് കേട്ടോ. വണ്ടി എനിക്കെപ്പോഴും താർ എന്ന് പറയുന്നത് ഇങ്ങനെ വായും പൊളിച്ച് നോക്കുമായിരുന്നു ചെറുപ്പം മുതലേ. താറാണോ അത് ജീപ്പാണോ എന്നൊന്നും അറിയില്ല, പക്ഷേ ഈ ഷേപ്പിൽ വലിയ ടയറായിട്ട് പോകുന്നൊരു വണ്ടി. കാരണം എൻ്റെ ഒരു ഇഷ്ടമൃഗം എന്ന് പറയുന്ന ആനയാണ്. അതുകൊണ്ടായിരിക്കണം ഈ വണ്ടിനെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് താറ് നമ്മൾ ഈ വണ്ടിയായിട്ട് പോകുമ്പോൾ ഒരുപാട് വണ്ടികൾ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് പലരും ചോദിക്കാറുണ്ട്, ചേച്ചി ഇത് പെണ്ണുങ്ങൾക്കൊക്കെ പറ്റുമോ? പെണ്ണുങ്ങൾക്ക് പറ്റും കേട്ടോ, ഒരു ബുദ്ധിമുട്ടുമില്ല. ആദ്യത്തെ ദിവസം ഞാൻ വിചാരിച്ചു, കർത്താവ് എനിക്കിത് ഓടിക്കാൻ പറ്റത്തില്ല, ഭയങ്കര സ്റ്റിയറിംഗ് ഒക്കെ തിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. കാരണം കാരൻസ് എന്ന് പറഞ്ഞാൽ ഒറ്റ വിരലിൽ വെളി നമുക്ക് അത്രയും സ്മൂത്താണ് കാരൻസ്. അപ്പോൾ ഇത് ആദ്യത്തെ ദിവസം സത്യമായിട്ടും ഡെലിവറി എടുത്ത് ഞാൻ പകുതി വരെ ഞാൻ ഓടിച്ചുള്ളൂ, ബാക്കി റോണാണ് ഓടിച്ച് വീട്ടിലെത്തിച്ചത്. പിന്നെ വേറൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇതിൻ്റെ അകത്ത് അത്രയും വലിയൊരു ആക്സിഡൻ്റ് ഉണ്ടാവാതെ നമ്മൾ ജീവൻ പോകത്തില്ല, ഭയങ്കര സേഫ് ആയിരിക്കും. പിന്നെ ആ ഫ്രണ്ടിൽ ആ മല പോലെ ഇരിക്കുന്ന ഭാഗം കണ്ടോ, അവിടെയും അത്രയും ഇടിച്ച് തെറിപ്പിക്കാതെ നമുക്കൊന്നും പറ്റത്തില്ല, അനങ്ങത്തില്ല ഈ വണ്ടി. അത് എനിക്ക് ഇതിൻ്റെ അകത്തിരുന്ന് പോയപ്പോൾ മനസ്സിലായി. പിന്നെ കുറച്ച് റഫായിട്ട് ഭയങ്കര ഇതായിട്ട് ഉള്ളവർക്ക് പറ്റിയൊരു വണ്ടിയാണിത്. കാരണം നമ്മൾ എത്ര ബെൻസിലോ എന്തിന് ഫോർച്യൂണറിലോ എന്തിൽ പോയി ഇറങ്ങിയാലും കിട്ടാത്ത ഒരു നോട്ടവും ഇതും ഈ താറ് ഓടിച്ച് ഞാൻ ഇറങ്ങുമ്പോൾ എനിക്ക് കിട്ടാറുണ്ട്. ആരാണ് ഈ താറിൽ നിന്ന് ഇറങ്ങുന്നേ എന്നുള്ള രീതിയിൽ എല്ലാവരും നോക്കും. ഒരു തരത്തിൽ നമ്മൾക്കതൊക്കെ സുഖിക്കും, അത് വേറെ കാര്യം. പക്ഷെ ഒരുപാടുണ്ട് കേട്ടോ വണ്ടികൾ. പിന്നെ ഒരു ഫാമിലി കാറായിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലയെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഇപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും പിള്ളേരും ആണ് എന്നുണ്ടെങ്കിൽ ഫാമിലി കാറ് ഓക്കെയാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെയെന്ന് വെച്ചാൽ എനിക്ക് റോക്സിനോട് എന്തോ, താറിനെ പെൺവേഷം കെട്ടിച്ചപ്പോൾ ഷേപ്പായിട്ട് എനിക്ക് റോക്സിനെ തോന്നുന്നു. ഞാൻ കളിയാക്കുന്നതല്ല, എനിക്ക് റോക്സ് കണ്ടിട്ട് താറിൻ്റെ ആ ഒരു ഭീമാകാരത്വവും ആ ഒരു ഇതൊന്നും എനിക്ക് തോന്നിയില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ റോക്സ് എടുക്കാതെ താറെടുത്തതിൻ്റെ കാര്യം. ഞാൻ 4x4 അല്ല എടുത്തത്. 4x4ഉം ഇതും തമ്മിൽ 3-4 ലക്ഷം രൂപയുടെ വ്യത്യാസമുണ്ട്. കാരണം നമ്മൾ എല്ലാ മാസവും ഓഫ് റോഡൊക്കെ പോകുന്ന വ്യക്തിയാണെങ്കിൽ ഓക്കെ 4x4 എടുക്കാം. കാരണം ഒരു 10-21 ലക്ഷം രൂപ അടുത്തുണ്ട് 4x4ന്. ഇതിന് വരുന്ന വില ഞാൻ ഇറക്കിയപ്പോൾ എനിക്ക് 19 ലക്ഷം രൂപയായി. പക്ഷെ ഓൺ റോഡ് വരുന്നത് 17.5 ലക്ഷം രൂപയാണ്. എന്തുകൊണ്ടാണ് 19 ആയെന്ന് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നിയത്, ഞാൻ വല്ല ആണ്ടിലും കൊല്ലത്തിലൊക്കെ ഓഫ് റോഡ് പോയാൽ പോയി, പിന്നെ റോണപ്പൻ അവൻ കോളേജൊക്കെ കഴിഞ്ഞ് വന്ന് എടുത്തു. അപ്പോൾ വേറൊരു കാർ ഉള്ളവർക്ക് കാറെടുക്കാം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം പെട്രോൾ ടാങ്ക് എന്താ പറയുക, വീട്ടിൽ കൊണ്ടുവന്ന് സ്ഥാപിക്കേണ്ടി വരും. കാരണം ഇപ്പോൾ 900 കിലോമീറ്റർ ഓടി ഒരു മാസമായി 15,000 രൂപയുടെ പെട്രോൾ അടിച്ചത്. അതായത് 3 ഫുൾ ടാങ്ക് പെട്രോൾ ഞാൻ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അറിയാൻ പറ്റുമല്ലോ ഞാനിത് ഡെയിലി ഈ വണ്ടി എടുക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് സർവീസ് വരെ എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഇതൊന്നും അറിയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പൈസ ഇതാക്കിയത്. ഒരു ബഡ്ജറ്റ് നോക്കുന്ന ഒരാൾക്ക് പറ്റത്തില്ല. അതിപ്പോൾ ഡീസൽ എടുത്താലും ഡീസലിലും വലിയ വ്യത്യാസങ്ങളൊന്നും കാണുമെന്ന് നിങ്ങൾ കരുതണ്ട. പിന്നെ ഞാൻ ഇതിൽ ഒരുപാട് ആക്സസറീസുകൾ പിടിപ്പിച്ചായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും പൈസ ആവാൻ കാരണം. വണ്ടി വരുന്നത് 4 ടയറും 4 സീറ്റും ആയിട്ടാണ്. നമുക്ക് എവിടെയെങ്കിലൊക്കെ ഒന്ന് പിടിച്ച് കയറണ്ടേ, അതിനാണ് ആ റെഡ് കളറിലെ കണ്ടോ നിങ്ങൾ, അവിടെ പിടിച്ച് കയറുന്ന അവിടെ ഒരു സ്റ്റെപ്പ് പോലെ ഉണ്ട്. അതുമ്പോൾ ചവിട്ടി കയറുമ്പോഴല്ലാതെ നമുക്ക് വലിഞ്ഞു കയറുക എന്ന് പറയുന്നത് ഭയങ്കര കംഫർട്ട് കുറവാണ്. കാരണം എന്ന് വെച്ചാൽ വലിഞ്ഞു കയറുക എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഡ്രൈവർ സീറ്റിലാണെങ്കിലും നമ്മൾ സ്റ്റിയറിംഗ് പിടിച്ചോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പിടിച്ച് വലിഞ്ഞു കയറേണ്ടി വരും. പിന്നെ അവിടെ ആംറെസ്റ്റ് ഇല്ലായിരുന്നു. അപ്പോൾ ആംറെസ്റ്റ് ഞാൻ അവിടെ പിടിപ്പിച്ചായിരുന്നു. ബാക്കിലും ഇതുപോലെ തന്നെ പ്ലെയിൻ ആയിട്ട് 2 സീറ്റ് കിടക്കുമായിരുന്നു. സീറ്റ് ഞാൻ മറിച്ചിട്ടേക്കണേ കേട്ടോ, അത് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഉള്ളിലോട്ട് വലിഞ്ഞു കയറണ്ടല്ലോ. അപ്പോൾ 2 പേര് കറക്റ്റ്, എൻ്റെ ഒരു വണ്ണമുള്ളവർക്കാണെങ്കിൽ 2 പേർക്ക് കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. സ്ലിം ആയിട്ട് ഇപ്പോൾ സച്ചുവിൻ്റെയൊക്കെ ഉള്ള ടീം, സച്ചുവിൻ്റെയൊക്കെ അത്രയും വണ്ണമുള്ളെങ്കിൽ ഒരു 3 പേർക്ക് ഇരിക്കാം. ഈ 2 സൈഡിലുള്ള ആംറെസ്റ്റ് ഞാൻ പിടിപ്പിച്ചതാണ്, ആ സൈഡിലുള്ളത്. കാരണം അതിന് ഏകദേശം ഒരു 12,000 രൂപയോളം ആയിട്ടുണ്ട് റിയർ ആംറെസ്റ്റ് പിടിപ്പിച്ചപ്പോഴേ തന്നെ. ഫ്രണ്ടിലെ ആംറെസ്റ്റിനാണെങ്കിലും അത്യാവശ്യം പൈസ ആയിട്ടുണ്ട്, 4,000 സംതിങ് ആയി. അതായത് നമ്മൾ താറിന്
കാറിൻ്റെ ഷോറൂമിൽ നിന്ന് തന്നെ എനിക്കൊരു 37,000 സംതിങ്ങിൻ്റെ ആക്സസറീസ് ഞാൻ പിടിപ്പിച്ചിട്ടുണ്ട്. അതായത് മോഡിഫിക്കേഷൻ അല്ല, നമ്മൾ ആ മിററിൻ്റെ സൈഡിൽ ചെറിയൊരു ഗ്ലോസ് ചെയ്ത് വരാനും പിന്നെ ആ ഒരു ടയറിൻ്റെ സൈഡിലുള്ള ഒരു ബീഡിങ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊരു മഡ് ഫ്ലാപ്പ് പോലെ, അപ്പോൾ അതൊക്കെ ഒരു 1000 രൂപ അങ്ങനെ കുറച്ച് പൈസകളായിട്ടുണ്ട്. പിന്നെ പാർക്കിംഗ് സെൻസർ ഞാൻ ചെയ്യിപ്പിച്ചായിരുന്നു, അതൊരു 3500 ആയി. പിന്നെ പുറത്തുനിന്ന് ഇതുപോലെ തന്നെ ഞാൻ ചെയ്യിപ്പിച്ചെന്ന് വെച്ചാൽ മോഡിഫിക്കേഷൻ ചെറുതായിട്ട് ചെയ്തിട്ടാണ് വണ്ടി ഡെലിവറി എടുക്കുന്നത്. ഡീസ്കോഡ് എന്ന് പറഞ്ഞിട്ട് അങ്കമാലിയിലുള്ളവരാണ് എനിക്കത് ചെയ്ത് തന്നെ കേട്ടോ. അപ്പം ഞാൻ ഫിലിം സൺ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ആ ഒരു ഫിലിം ഒട്ടിച്ചായിരുന്നു, അത് എനിക്കൊരു 5000 രൂപക്ക് ചെയ്ത് കിട്ടിയായിരുന്നു. പിന്നെ ഗ്രാഫീൻ കോട്ടിങ് പിന്നെ അണ്ടർ ബോഡി കോട്ടിങ് ഞാൻ ചെയ്യിപ്പിച്ചായിരുന്നു. ഗ്രാഫീൻ കോട്ടിങ്ങിന് 30,000 രൂപ ആയിട്ടുണ്ട്. പിന്നെ ഒരു 5D മാറ്റ് ഇടിച്ചു. മാറ്റൊന്നും ഇല്ലായിരുന്നു, മാറ്റൊക്കെ ശോകമായിരുന്നു കേട്ടോ. പിന്നെ ആ ഫ്രണ്ടിലെ ഗ്രില്ലൊന്ന് എനിക്ക് അത് വണ്ടിക്കൊന്ന് ഗ്രില്ല് ഓക്കെയാണ്, ചെറിയൊരു ചേഞ്ചസ് വരുന്നൊരു ഗ്രില്ല് ഞാൻ മാറ്റിയായിരുന്നു. അതിന് ഏകദേശം ഒരു 9,000 രൂപ എടുത്ത് വന്നു. അങ്ങനെ കുറച്ച് സാധനങ്ങൾ ചെയ്തു. പിന്നെ എനിക്ക് ആകെ മോഡിഫിക്കേഷൻ ചെയ്യണമെന്ന് തോന്നിയത് സ്പേസർ ഇടണം എന്നുള്ളതാണ്. ഒരുപാട് ടയർ നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലല്ല, കുറച്ചൊന്ന് നമ്മുടെ MVDക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ചെയ്യണം. പക്ഷെ അതൊരു മെറ്റൽ ടേപ്പ് വേണ്ടാന്നുണ്ടായിരുന്നു, തുരുമ്പൊന്നും പിടിക്കാതെ. അത് അത്യാവശ്യം ക്വാളിറ്റിയിൽ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടയറല്ലേടാ കാര്യം, ടയർ മര്യാദയ്ക്ക് ഇരിക്കണ്ടേ. അപ്പോൾ അതിന് ഏകദേശം ഒരു 18,000 രൂപ ആവുമെന്ന് പറഞ്ഞു. അതെനിക്ക് ഇതുവരെ അതിൻ്റെ പാർട്സ് വന്നിട്ടില്ല, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റാത്തത് കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്യണം എന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ അങ്ങനെ വേറെ പ്രത്യേകിച്ച് മോഡിഫിക്കേഷൻ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഹെഡ്ലൈറ്റിന് ഒരു മഞ്ഞ ലൈറ്റായിരുന്നു, അതായത് വെളിച്ചം തീരെയില്ല. അപ്പം ഞാൻ ലൈറ്റ് മാത്രം, ഹെഡ്ലൈറ്റ് ഫുള്ളായിട്ടല്ല, അതിൻ്റെ ബൾബ് മാത്രം ഞാൻ മാറ്റിയായിരുന്നു. ബൾബ് മാത്രം മാറ്റുമ്പോൾ നിങ്ങൾ വിചാരിക്കും അതിനൊക്കെ ഭയങ്കര പൈസ കുറവല്ലേന്ന്. എൻ്റെ പൊന്നളിയാ, ബൾബിന് വരെ ഒരു 6000 രൂപ ഉണ്ട്. ഇപ്പം ഞാൻ പിടിച്ച് കയറിയത് കണ്ടായിരുന്നോ, അങ്ങനെ പിടിച്ച് കയറുന്നതാണ് നമുക്ക് കംഫർട്ട്. അങ്ങനെ പിടിച്ച് കയറാതെ വലിഞ്ഞ് കയറുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ഈ ആമ്പിള്ളേർക്ക് എനിക്ക് തോന്നുന്നത് ഭയങ്കര കംഫർട്ടായിരിക്കും. പിന്നെ ഇതിൻ്റെ അകത്ത് നിങ്ങൾ ആദ്യമായിട്ടൊരു കാറ് മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കംഫർട്ട് കുറവ് തോന്നത്തില്ല. പക്ഷെ കാരൻസ് പോലുള്ള വണ്ടിയിൽ, അതായത് ഒരു വിരലിൽ ഭയങ്കര കാര്യങ്ങൾ അവർ ചെയ്തു വെച്ചിട്ടുണ്ട് കിയ. അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ എന്താ പറയുക, ഈ ടച്ച് സ്ക്രീനൊക്കെ എന്നാണ് എങ്കിലും ഒരുപാട് നല്ല രീതിയിൽ ഹാർഡ് ടച്ച് ചെയ്താലാണ് ഒരു പാട്ടൊക്കെ മാറ്റാൻ പറ്റുന്നത് തന്നെ. സാധാരണ എന്ന് വെച്ചാൽ നമുക്ക് സ്റ്റിയറിങ്ങിൽ തന്നെ ഇതെല്ലാം എല്ലാ സ്വിച്ചുകളും ഉണ്ടാവും. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും താറിന് അവർ കൊടുത്തിട്ടില്ല. AC ഉണ്ട്, ഓക്കെ. പിന്നെ നമ്മൾ ഇപ്പോൾ ഹിൽ സ്റ്റോപ്പൊക്കെ ചെയ്യുന്ന അതുണ്ട്. പിന്നെ എന്താണ്, നമ്മളുടെ അറിയാലോ, നമ്മൾ കിലോമീറ്റർ ഓടിയതും അങ്ങനെയുള്ള കാര്യങ്ങളല്ലാതെ പിന്നെ റഫ് റോഡിലേക്ക് മാറുമ്പോൾ ഉള്ളതും പിന്നെ ലൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ആണെങ്കിലുണ്ട്. പിന്നെ വേറൊരു കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓട്ടോമാറ്റിക് ആണ് ഈ വണ്ടിയെങ്കിലും ആ സ്വിച്ചൊക്കെ കണ്ടോ, ആ സ്വിച്ചൊക്കെ വെറും ഡമ്മിയാണ്. ആകെ 3 സ്വിച്ച് മാത്രമേ ഉള്ളൂ ഫങ്ഷനായിട്ട്. പിന്നെ അവിടെയൊക്കെ വലിയ സ്പേസ് ഒന്നും ഇല്ല കേട്ടോ. നിങ്ങൾ വിചാരിക്കണ ഒരുപാട് സ്പേസ് കിട്ടും എന്ന് നിങ്ങൾ കരുതരുത്. പിന്നെ ആ ഒരു ഡാഷ് ഒക്കെ എന്ന് പറഞ്ഞ ഒരു പേപ്പർ മാത്രം വെക്കാനുള്ള ഒരു സ്പേസ് ഉള്ളൂ, ഒരു കുഞ്ഞി. അതായത് ഇപ്പം ഈ വണ്ടിയുടെ ബുക്കും പേപ്പറും വെക്കാനുള്ള സ്പേസ് അവിടെ ഉള്ളൂ. ഒരുപാട് സ്പേസ് ഒന്നും പ്രതീക്ഷിച്ച് വണ്ടി വാങ്ങിക്കരുത്. കാറിൻ്റെ രീതിയിൽ താറിനെ കാണരുത്. താർ എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. എൻ്റെ അതെ, താർ എന്ന് പറയുന്നത് എനിക്ക് രോമാഞ്ചം ഉണ്ടാക്കുന്ന ഒരു വണ്ടിയാണ്. എപ്പോൾ കണ്ടാലും ഞാൻ വായം പിടിച്ച് നോക്കുമായിരുന്നു. അപ്പോൾ ഒരു ആഗ്രഹ സാഫല്യം എന്ന രീതിയിലാണ് ഞാൻ ഈ വണ്ടി വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഇത്രയും സ്പേസ് ഉള്ളൂ, കുഞ്ഞ് സ്പേസൊക്കെ ഉള്ളൂ. ഒരുപാട് പിന്നെയെന്ന് വെച്ചാൽ കൈയും കാലും, ഈ ഉള്ള ആൾക്കാർക്ക് കൈയും കാലൊക്കെ നല്ലോണം നീട്ടി നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റും. പിന്നെ ഈ വണ്ടി ഞാൻ ഡ്രൈവ് ചെയ്തപ്പോഴും എനിക്ക് തോന്നിയത്, നമ്മൾ സ്ലോയിൽ പോകുമ്പോൾ ഈ ആന പോണ വരെ കുലുങ്ങി പോകുള്ളൂ. പക്ഷേ ഒരു 80 കിലോമീറ്റർ മേളിലേക്ക് വണ്ടി പോകുമ്പോൾ ഈ വണ്ടി നമ്മളുടെ ആ ഒരു റോഡ് ഉണ്ടല്ലോ, ഇടിച്ച് നിരപ്പാക്കി ആ റോഡിനെ വാഴുന്ന പോലെയാണ്, കുലുങ്ങത്തില്ല. അതായത് വണ്ടിയുടെ അകത്തിരിക്കുന്ന നമ്മൾ ഇത്രയും സ്ലോയിൽ പോകുമ്പോൾ ഇളകി പോയ നമ്മൾ ഒരു 80 കിലോമീറ്ററിന് മുകളിൽ പോകുമ്പോൾ അനങ്ങത്തില്ല വണ്ടിയുടെ ആ ഒരു പവർ അത് ഡ്രൈവ് ചെയ്യുമ്പോൾ മാത്രം അറിയാൻ പറ്റുന്നൊരു കാര്യമാണ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാൻ വന്നത്, ഹെഡ്ലൈറ്റൊക്കെ നമ്മൾ തന്നെ ഓട്ടോമാറ്റിക് ആയിരിക്കും, നമ്മൾ തന്നെ തിരിക്കണം, നമ്മൾ തന്നെ ഓഫ് ചെയ്യണം. അതായത് നമ്മൾ രാത്രി ഹെഡ്ലൈറ്റൊക്കെ ഇട്ട് വണ്ടിയൊക്കെ ഓടിച്ച് ഓഫ് ചെയ്ത് പിറ്റേ ദിവസം രാവിലെ നമ്മൾ മറന്നുപോയി ആ ലൈറ്റോടെ കത്തിക്കിടക്കും. അതായത് ഓട്ടോമാറ്റിക് ആണെങ്കിലും വണ്ടി ഒരു കാര്യവും ചെയ്യത്തില്ല, നമ്മൾ തന്നെ ചെയ്യണം. അപ്പോൾ പിന്നെ സീറ്റിംഗ് ഇതാണെങ്കിലും എനിക്ക് ഭയങ്കര കംഫർട്ടായിട്ടാണ് തോന്നി കേട്ടോ. പിന്നെ ലേഡീസിനെ സംബന്ധിച്ച് ഈ വണ്ടി ഓടിക്കാൻ പറ്റുന്നതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ആ ഫ്രണ്ടിലെ ഗ്ലാസ് അത്രയും നിറഞ്ഞു നിൽക്കുവാണ്.
നമുക്ക് ഫ്രണ്ടിലെ ഭാഗമൊക്കെ ഭയങ്കര വ്യൂ ആണ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ടെൻഷൻ അടിച്ചൊരു കാര്യം, ഞാൻ ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുന്നൊരു കാര്യം, ഈ ഒരു പാർക്കിംഗ് സെൻസറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫ്രണ്ടിലാണെങ്കിൽ ഞാൻ ചെയ്യാൻ കാരണം, നമ്മളെ വണ്ടി തൊട്ടരിയത്ത് കൂടി ഒരെണ്ണം പോകുമ്പോൾ ഭയങ്കര ഒരു ഹലാം പോലെ അടിക്കും. നമുക്ക് ആദ്യം അതൊരു ബുദ്ധിമുട്ടായി തോന്നുമെങ്കിൽ അത് ഉപകാരമാണ്. കാരണം ഈ വണ്ടിയുടെ ടയർ അറിയാതെ എങ്കിലും ഒരു മനുഷ്യൻ്റെ മേത്ത് കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ അവനില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഒരുപാട് റഫ്യൂസ് നമ്മുടെ സിറ്റിയിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് പേര് നമ്മൾ ഈ വണ്ടി കാരണം കൈയും കാലും മരണം വരെ വന്നേക്കാം. അതുകൊണ്ട് ഭയങ്കര ശ്രദ്ധിച്ച് വേണം ഓടിക്കാനുള്ളൊരു മനസ്സിൻ്റെ ഒരു ഇതുണ്ട്. അതുകൊണ്ട് ഒരു ഓവർ സ്പീഡിലേക്കൊന്നും ഞാൻ കയറാറില്ല. ഇങ്ങനെയുള്ളൊരു റോഡൊക്കെ കിട്ടുവാണെങ്കിൽ മാത്രമേ ഞാൻ അങ്ങനെ ഓടിപ്പാഞ്ഞ് കയറാറുള്ളൂ കേട്ടോ. പിന്നെ മഹീന്ദ്രയുടെ ആഷിക്കായിരുന്നു എനിക്ക് സെയിൽസിന്. ആഷിക്കിൻ്റെ ഒരു ക്വാളിറ്റി പറയാതെ വയ്യ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് വേണമെങ്കിൽ ഞാൻ 20 ലക്ഷത്തിൻ്റെ 4x4 വേണമെങ്കിൽ എടുക്കും. പക്ഷേ കൃത്യമായിട്ട് നമ്മളെ യൂസേജ് എങ്ങനെയാണ്, എന്താണ് നമ്മൾ ഈ താർ എടുത്തിട്ട് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യാൻ പോകുന്നത്, എന്താണ് നമ്മുടെ പാഷൻ, ഇതെല്ലാം ശ്രദ്ധയോടുകൂടി കേട്ടിട്ട് ചേച്ചി ഇതാണ് ചേച്ചിക്ക് പറ്റിയത്, വല്ലാണ്ടിലും കൊല്ലത്തിലും നമ്മൾ പോണതിന് ഇത് മതി. പിന്നെ ബാക്ക് ക്യാമറയാണ് ഈ കാണിക്കുന്നത്. എനിക്കെന്ന് പറഞ്ഞാൽ കാരൻസിൽ ക്യാമറ തന്നെയല്ല, നമ്മൾ ടയർ പോകുന്ന വഴി, പഞ്ചിലാണെങ്കിലും അങ്ങനെ തന്നെയായിരുന്നു, ടയർ പോകുന്ന വഴി ഭയങ്കര ഒച്ചപ്പാടായിരിക്കുള്ളൂ. അതായത് ഒച്ചയിൽ ഇപ്പൊ വണ്ടി ഇടിക്കും. പക്ഷേ താറുകുട്ടൻ ഈ ഒരു വഴി മാത്രമേ നമുക്ക് തരുള്ളൂ. പുള്ളിക്ക് തോന്നിയാൽ വേണമെങ്കിൽ ഒന്ന് പതുക്കെ പറയും, കീ 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 എന്ന് പറഞ്ഞിട്ട് പതുക്കെ. അതായത് പുള്ളി കരുതുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടിപൊളി ഡ്രൈവർ ആയിരിക്കണം. എൻ്റെ ഈ ഒരു ഓട്ടോമാറ്റിക് ആയിട്ടുള്ള സിസ്റ്റം വഴി നിങ്ങൾ ഓടിക്കേണ്ടെന്നുള്ള ധാരണയാണെന്ന് തോന്നുന്നു പുള്ളിക്ക്. എനിക്ക് അങ്ങനെയാണ് തോന്നിയത് കേട്ടോ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പലപ്പോഴും ഈ താർ ഓണേഴ്സ് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അവർക്ക് വേറെ അടിപൊളി വണ്ടികളൊക്കെ ഉണ്ടാവും. പക്ഷേ അവരറിയപ്പെടുന്നത് ആ താറുള്ള ആളില്ലേ. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ട്, എടി എനിക്ക് ഇങ്ങനെ വണ്ടികൾ എനിക്കുണ്ട്, പക്ഷേ എന്നെ അറിയപ്പെടുന്നത് താർ ഓടിക്കുന്ന ആ ആളില്ലേ എന്ന് പറഞ്ഞിട്ടാണ്. ഇതിലിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു എന്താ പറയുക, ഒരു ഭയങ്കര ക്ഷമയല്ല, ഭയങ്കര പാവം പിടിച്ച പെണ്ണൊക്കെയാണ് ഈ വണ്ടി ഓടിക്കണമെങ്കിൽ നല്ല അടിപൊളി ധൈര്യമൊക്കെ വരും. ഭയങ്കരമായിട്ട് ഓട്ടോമാറ്റിക് നമ്മളുടെ മനസ്സൊന്നും കൂടി ധൈര്യമാവുന്ന ഒരു ഫീല് എനിക്ക് ഓൾറെഡി ധൈര്യമുള്ള ഒരാൾ തന്നെയാണ്. പക്ഷെ ഒരു സാധാരണ പെണ്ണാണ് ഈ വണ്ടിയിലേക്ക് കയറുമ്പോൾ അവൾക്ക് കിട്ടുന്ന ഒരു ധൈര്യം എന്ന് പറയുന്നത് ഭയങ്കര ധൈര്യമാണ്. ഞാൻ ആ കൊട്ടിക്കാണിക്കണൊക്കെ ശബ്ദമൊക്കെ ഉണ്ടായിരുന്നതാ. കാരണം ഒരു വണ്ടിയുടെ പവർ എന്ന് പറയുന്നത് നമ്മൾ ഡോർ അടക്കുമ്പോൾ ഉള്ള സൗണ്ടാണെന്നൊക്കെ പറഞ്ഞു. ഈ ഡോറൊക്കെ വലിച്ചടച്ച ശബ്ദം ആരും കേൾക്കാൻ പറ്റിയില്ല. പിന്നെ ഡിക്കി സ്പേസ് ഒന്നും ഞാൻ വിചാരിക്കോട്ടോ, ഈ ബാക്കിലെ ഡോറ് അകത്തുനിന്ന് തുറക്കണ രീതിയിലാക്കിയിട്ട് പണ്ടത്തെ ജീപ്പിന്റെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സീറ്റാക്കി 4 സീറ്റ് സുഖമായിട്ടിരിക്കാം. ഡിക്കി സ്പേസ് ഒന്നും നിങ്ങൾ അധികം പ്രതീക്ഷിക്കേ വേണ്ട. ഒരു 2 ചെറിയ ബാഗ് അല്ലെങ്കിൽ പിന്നെ ഇതുപോലെ സീറ്റ് കമത്തിയിട്ടൊക്കെ പോകണം. അത്രയേ ഉള്ളൂ സ്പേസ് അവിടെ. പിന്നെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ആക്ടിവിറ്റി ചെയ്യാനുള്ള ഒരാളെ വേണം ഫ്രണ്ടിൽ ലെഫ്റ്റ് സൈഡിൽ ഇരുത്താൻ. കാരണം അയാളെ ഇറങ്ങിയും കയറിയും മടുക്കും. കാരണം ഈ ബാക്കിലുള്ള മനുഷ്യർക്ക് ഇറങ്ങണമെങ്കിൽ എന്താണെങ്കിലും ഫ്രണ്ടിലെ സീറ്റ് നമ്മുടെ കോ സീറ്റ് എന്താണെങ്കിലും മടക്കിയൊക്കെ കൊടുക്കാതെ കയറാനും ഇറങ്ങാനും പറ്റത്തില്ല. അപ്പോൾ എന്ന് വെച്ചാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. എന്തോ ഭാഗ്യത്തിന് താറുകാർ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ അതിങ്ങ് മാറി നമുക്ക് അകത്തേക്ക് കയറാം. അകത്തേക്ക് കയറുമ്പോഴാണെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ പ്രായമായ അമ്മമാർക്കൊക്കെ ബുദ്ധിമുട്ടാണ് അകത്തേക്ക് ഉള്ളിലേക്ക് വലിഞ്ഞു കയറാൻ. യാത്ര നമ്മൾ ഓടിക്കുന്ന ഇതുപോലെ ഇരിക്കും. ഇപ്പോൾ ഈ സീറ്റിന്റെ മേളിലേക്ക് ആയതുകൊണ്ട് തന്നെ ഈ സീറ്റിന്റെ മേളിലല്ല, ടയറിന്റെ മേളിലാണ് ഈ ബാക്ക് സീറ്റ് ശരിക്കും വരുന്നത്. അപ്പൊ അതിന്റെ ഒരു കുലുക്കം എന്തായാലും ഉണ്ടാവും. പിന്നെ എനിക്ക് ആദ്യത്തെ 1-2 ദിവസമൊക്കെ നടുവേദനയൊക്കെ ഫീൽ ചെയ്തിട്ടോ. എനിക്ക് തോന്നുന്നു ആദ്യത്തെ ആ ഒരു സ്ട്രെയിനും സ്റ്റിയറിങ്ങിന്റെ ഇതും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് കൈ എത്തുന്ന ദൂരത്ത് കാരൻസ് എല്ലാ ഫെസിലിറ്റീസും തന്നിട്ട് പെട്ടെന്ന് ഇതിലേക്ക് കയറിയപ്പോൾ 1-2 ദിവസം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അടിപൊളിയായിട്ട് ഞാൻ ഈ വണ്ടി ഓടിക്കും. കാരൻസിന് സ്മൂത്ത്നെസ് ഭയങ്കര കൂടുതലാണെന്നാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നത്. രണ്ടും 2 തരത്തിലുള്ള സ്വഭാവമല്ലേ. താറ് ഒരു കാറായിട്ട് നോക്കുന്ന ഒരാൾ ഒരിക്കലും എടുക്കണ്ട. താർ എന്ന് പറയുന്നത് ഒരു ഫീലാണ്. അതിന് മൈലേജ് കുറവുണ്ടല്ലോ, അതിന് ഇതുണ്ടല്ലോ, അതില്ലല്ലോ എന്ന് പറഞ്ഞവർക്ക് എടുക്കാനേ പറ്റില്ല. താറിനെ താറായിട്ട് കാണുന്നവർക്ക്, അതൊരു ഫീലായിട്ട് കാണുന്നവർക്ക് ധൈര്യമായിട്ട് താറെടുക്കാം. വേറെ ലെവലാണ്. വേറെ ഏത് വണ്ടി ഓടിക്കുമ്പോൾ കിട്ടാത്ത ഒരു മനസ്സിൻ്റെ, അതെനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല, ആ ഒരു ചിൽ മൂഡാണ്. കാരണം 17.5 ലക്ഷമാണ് ഓൺ റോഡ് വന്നത്. ഏകദേശം 1.25 ലക്ഷം രൂപയുടെ ആക്സസറീസ് എനിക്ക് ഇത്രയും സാധനത്തിന് എനിക്ക് ആയിട്ടുണ്ട്. അപ്പോൾ അറിയാലോ, ഒരു 19 ലക്ഷം രൂപ വേണം ഈ ഒരു നീറ്റായിട്ട് വണ്ടി ഇറക്കണമെങ്കിൽ.
ഇനിയും മോഡിഫിക്കേഷൻ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ MVDനെ നമ്മളുടെ ഗവൺമെന്റിനെ നോക്കിയേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതെൻ്റെ ഒരു ജെന്യൂൻ റിവ്യൂ ആണ്. അപ്പോൾ നിങ്ങൾ പോലും കുറച്ച് പേരൊക്കെ ഇനി നമ്മൾ ചോദിക്കുമ്പോഴേ നമുക്കൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാനാണ് എനിക്ക് തോന്നിയത്. എന്താ പറയുക, ഞാനത് ലൈവായിട്ട് ചെയ്തതായിരുന്നു. പക്ഷേ എന്താടാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയാ മൈക്ക് എടുക്കാൻ മറന്നുപോയി. എല്ലാവർക്കും കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ആഷിക്കിന്റെ കോൺടാക്ട് നമ്പർ കൊടുത്തേക്കാട്ടോ. നിങ്ങൾക്ക് ഈ മഹീന്ദ്രയുടെ ഈ താറിന്റെ ഡീറ്റെയിൽസ്, വേറെ റോക്സിന്റെ ഡീറ്റെയിൽസ് ആണെങ്കിലും അറിയേണ്ടവർക്ക് അറിയാം. പിന്നെ റോക്സ് എനിക്ക് പേഴ്സണലി ആ ഒരു ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ്. റോക്സിൻ്റെതായ ക്വാളിറ്റി ഉണ്ട്, അത് വേറെ കാര്യം. പക്ഷെ എനിക്ക് അതിൻ്റെ ഒരു ലുക്ക് ബേസ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഈ വണ്ടിനോടുള്ള ഒരു ഇഷ്ടക്കൂടുതൽ കൊണ്ടാവാം. അപ്പം ഇത്രയൊക്കെയുള്ളൂ. ടാറ്റാ ബൈ ബൈ.